ഒന്നും എഴുതി കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇതൊരു ബിരിയാണിയുടെ വിശേഷമായതുകൊണ്ട് നമുക്ക് വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ ബിരിയാണിയെ പറ്റി എന്ത് വേണേ പറയാം. ലോകത്ത് ഒരുപാട് തരം ബിരിയാണി ഉണ്ട്, കുറേയൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ തന്നെ അങ്ങോളം ഇങ്ങോളം പലജാതി ബിരിയാണിയാണ്. നിങ്ങളുടെ ഒരു ജഡ്ജി പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും ഓരോ തരം ബിരിയാണിയാണ്. തോന്നിയ ദിവസമല്ല, എന്നാലും ഒരു ചിട്ടയും മട്ടങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ തലശ്ശേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, കൊച്ചി ബിരിയാണി, തിരുവനന്തപുരം, കൊല്ലം ബിരിയാണിയൊക്കെ വേറെ വേറെയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഒരു വേറെ ബിരിയാണിയാണ്. പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് തരം ബിരിയാണിയുണ്ട്. സ്റ്റാർ ബിരിയാണിയുണ്ട്, തലപ്പാക്കട്ട് ബിരിയാണിയുണ്ട്, വേണു ബിരിയാണിയുണ്ട്, അങ്കണ്ണം ബിരിയാണിയുണ്ട്. ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ബിരിയാണിയുണ്ട്. ഹൈദരാബാദി ബിരിയാണി പലതരത്തിലുള്ളതുണ്ട്. പിന്നെ അങ്ങോട്ട് ബോംബെ, അങ്ങനെ കാശ്മീരി ബിരിയാണി പലതരം ബിരിയാണികളുണ്ട്. അതെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതും ഓരോ പാചകക്കാരുടെ അഭിരുചി അനുസരിച്ചിട്ട് ഇത് മാറുന്നതുമാണ്. അപ്പൊ എല്ലായ്പ്പോഴും എല്ലാ ബിരിയാണിയും നമുക്ക് രുചികരമാകണമെന്നില്ല. പലരുടെയും ബിരിയാണി പലപ്പോഴും രുചികരമാകുക തന്നെ ചെയ്യുകയും ചെയ്യും. എന്നാലും ഈ ബിരിയാണി ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണി കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡാണ്. എപ്പോഴും ബിരിയാണി കഴിക്കുന്ന അത്ര നല്ലതല്ല. പിന്നെ പലതരം ബിരിയാണി ഉണ്ടല്ലോ, വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ്